അസ്സലാമു അലൈക്കും. റമദാൻ മുബാറക്. ഒരു പഴയ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അവിടെ രണ്ടാളുകൾ കിടക്കുന്നുണ്ട്. തൊട്ടടുത്ത കട്ടിലുകളിലാണ് അവർ കിടക്കുന്നത്. രണ്ടാളും കഠിനമായ വേദന സഹിച്ചാണ് അവിടെ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. ഒരാൾ 4th സ്റ്റേജ് ക്യാൻസറിൻ്റെ പിടിയിലായിട്ട് അധികമൊന്നുമായിട്ടില്ല. മറ്റേയാൾ നട്ടെല്ലിന് പരിക്ക് പറ്റി കഴുത്ത് പോലും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒന്നനങ്ങി കിടക്കാൻ പോലും കഴിയാത്തതിൻ്റെ വേദനയും കൂടിയാകുമ്പോൾ അയാൾ ചിലപ്പോഴൊക്കെ തേങ്ങിക്കരയും. മുറിവിൽ നിന്നുള്ള വേദന അസഹനീയമാകുമ്പോൾ അയാളുടെ കരച്ചിലിന് ശക്തി കൂടും. കരയുമ്പോഴൊക്കെ അപ്പുറത്തെ കട്ടിലിൽ കിടക്കുന്ന ക്യാൻസർ രോഗിയായ ആ ചെറുപ്പക്കാരൻ അയാളെ ആശ്വസിപ്പിക്കും. ആ യുവാവിൻ്റെ കട്ടിൽ ജനാലക്കരികിലായതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ ഓരോന്നായി ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. കാണുന്ന ഓരോ കാഴ്ചയും വളരെ ഹൃദ്യമായി അവതരിപ്പിച്ചു കൊടുക്കും. പുറത്തൂടെ കളിച്ചുല്ലസിക്കുന്ന കുട്ടികളും അവരുടെ കുസൃതികളും, ചന്തയിലേക്ക് പോകുന്ന കർഷകർ, നാടോടികളും യാചകരും, മരച്ചില്ലകൾ, ചില്ലകളിൽ കൂടുകൂട്ടിയ പക്ഷികൾ, പുറത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ, അവയെ തേടിയെത്തുന്ന വണ്ടുകൾ, അങ്ങനെ അവ ഓരോന്നും സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെ ഒരു കഥ പോലെ വിവരിച്ചു കൊടുക്കും. അപ്പോൾ അദ്ദേഹം നട്ടെല്ലിൻ്റെ വേദനയും അനങ്ങാൻ കഴിയാത്ത വിഷമൊക്കെ കുറച്ചു നേരത്തേക്ക് മറക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആ യുവാവ് പുറത്തെ കാഴ്ചകൾ മുമ്പത്തേക്കാളും ഹൃദ്യമായി പറഞ്ഞു കൊടുത്തൊരു ദിവസം. പുറത്തെ കാഴ്ചകൾ പറഞ്ഞു കൊടുത്ത് കിടന്നുറങ്ങിയ ആ യുവാവ് പിറ്റേ ദിവസം എണീറ്റില്ല. ക്യാൻസർ എന്ന മഹാരോഗം മരണത്തിൻ്റെ തണുത്ത കൈകളിൽ അയാളെ ഏൽപ്പിച്ച് മടങ്ങിപ്പോയിരുന്നു. നട്ടെല്ല് തകർന്ന് കിടക്കുന്ന രോഗിക്ക് യുവാവിൻ്റെ മരണം വല്ലാത്തൊരു ഷോക്കായിരുന്നു. ശരീരത്തിൻ്റെ ഏതോ ഒരു അവയവം പെട്ടെന്ന് ഇല്ലാതായതുപോലെ, ജീവിതത്തിൻ്റെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നം വന്നു നിൽക്കുന്നത് പോലെ അങ്ങനെയൊക്കെ അയാൾക്ക് തോന്നി. അയാളെ മറമാടാൻ ബന്ധുക്കളെത്തി. തൻ്റെ ചങ്ങാതിയുടെ മുഖം അവസാനമായി പോലും കാണാൻ കഴിയാത്ത വിഷമത്തിൽ കണ്ണീരൊഴുക്കി കിടക്കാനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. ആളും ആരവങ്ങളും ഒഴിഞ്ഞു. പിറ്റേന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന നഴ്സിനോട് അയാളൊരു കാര്യം ആവശ്യപ്പെട്ടു. എൻ്റെ ചങ്ങാതി വിട പറഞ്ഞു പോയിരിക്കുന്നു. അവൻ്റെ ഓർമ്മകൾ മാത്രമാണ് എനിക്കിനി കൂട്ടുള്ളത്. ഒപ്പം അവൻ പറഞ്ഞു തന്ന കാഴ്ചകളും. ദയവ് ചെയ്ത് എന്നെ അവൻ്റെ കട്ടിലേക്ക് മാറ്റിക്കിടത്തു. അവൻ കിടന്ന കട്ടിലെങ്കിലും എൻ്റെ അരികിലുണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ എനിക്ക് ഇനിയുള്ള നാളുകൾ കഴിയാമല്ലോ. നഴ്സ് അയാളെ ജനാലക്കരിക്കുള്ള കട്ടിലേക്ക് മാറ്റിക്കിടത്തി. ചികിത്സകളും ദിവസങ്ങളും മാസങ്ങളും നീണ്ടു. ഇപ്പം അയാൾക്ക് കഴുത്ത് കുറച്ചൊക്കെ അനക്കാൻ പറ്റുന്നുണ്ട്. അയാൾ കൈ ഉയർത്തി ജനാലയുടെ അഴികൾ പിടിച്ച് തല ചരിച്ചു വെച്ച് ജനാലയിലൂടെ ഒന്ന് നോക്കി. അയാൾക്ക് ആ സത്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജനാലക്കപ്പുറം വലിയൊരു മതിൽ മാത്രമേ ഉള്ളൂ. ഒരു കാഴ്ചയും കാണാൻ ആ ജനാലയോടെ നോക്കിയാൽ കഴിയില്ല. അയാൾ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്റർ, ഈ മതിൽ പുതിയതാണോ? സിസ്റ്റർ പറഞ്ഞു, അല്ലല്ലോ, അത് ഈ ഹോസ്പിറ്റൽ എടുക്കുന്ന കാലത്ത് തന്നെ പണിതതാണ്. അപ്പോൾ എൻ്റെ ചങ്ങാതി കണ്ട പുറത്തെ കാഴ്ചകൾ എങ്ങനെയാണ്? നിങ്ങളുടെ ചങ്ങാതി ഇവിടെ എന്നല്ല ഒരു കാഴ്ചയും കണ്ടിട്ടില്ല. കാരണം അയാൾ ഒരു അന്ധനായിരുന്നു. നിങ്ങളോട് അയാൾ പറഞ്ഞു തന്നതൊക്കെയും അയാളുടെ ഭാവനയിലുള്ള കഥകളായിരിക്കും. നിങ്ങളുടെ വേദന മറക്കാൻ നിങ്ങളെ സഹായിക്കുകയായിരുന്നു ആ ചങ്ങാതി ചെയ്തുകൊണ്ടിരുന്നത്. സത്യത്തിൽ അയാളെപ്പോലൊരു സുഹൃത്തിനെ കിട്ടിയ നിങ്ങൾ ഒരു ഭാഗ്യവാനാണ്. സൗഹൃദങ്ങൾ കീറിപ്പോയ പേപ്പറിൽ കുറിച്ചിട്ട കവിതയാണെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. നമ്മളുടെ സന്തോഷങ്ങൾ പൊട്ടിച്ചിരികളാക്കി മാറ്റാനും നമ്മുടെ സങ്കടങ്ങൾ സാരമില്ലടോ എന്നൊരു വാക്കിൽ ഒതുക്കാനും കഴിയുന്നതിൻ്റെ പേരാണ് സൗഹൃദം. സുഹൃത്തെന്ന വാക്കിൽ പോലുമുണ്ട് ആ ബന്ധത്തിൻ്റെ കുളിർമ. നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയാണ് നമ്മൾ സുഹൃത്തെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാർത്ഥതയെ സൗഹൃദത്തിൽ വല്ലാതെ ഒന്നും കാണാറില്ല. ചില കസ്റ്റമർ ഹാപ്പിനെസ് സെൻ്ററുകൾ കണ്ടിട്ടില്ല നിങ്ങൾ? ഹൗ കാൻ ഐ ഹെൽപ്പ് യു എന്ന ബോർഡുമായി നിൽക്കുന്നവർ. നിങ്ങളെ ഞങ്ങൾ സഹായിക്കാമെന്ന ബോർഡും വെച്ച് പുഞ്ചിരിച്ച മുഖവുമായി നമ്മളെ കാത്തു നിൽക്കുന്നവർ. കസ്റ്റമർ ഹാപ്പി ആയാൽ കിട്ടുന്ന കച്ചവടമാണ് അവരെ അങ്ങനെ നിർത്തുന്നത്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ നിന്നെ എങ്ങനെയാ സഹായിക്കാം എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുടെ പേരാണ് സുഹൃത്ത്.
സൗഹൃദം ഒരു നിയോഗമാണ്. നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ. നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നവനാണ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത്. പടച്ചവനേക്കാൾ വലിയൊരു സുഹൃത്ത് ആരാണുള്ളത്? നമ്മളുടെ ഇന്നലകളെ അറിയുന്നവൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന മനസ്സിലാക്കുന്നവൻ, നമ്മുടെ നാളെകൾക്ക് പ്രകാശം പരത്തുന്നവൻ. അതൊക്കെയും പടച്ചവനാണ്. അരികിലുള്ളവനെ എങ്ങനെയാ ഒന്ന് സന്തോഷിപ്പിക്കുക എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? ഒരാൾക്കെങ്കിലും നമ്മുടെ ജീവിതം കൊണ്ട് വെളിച്ചമാകാൻ നമുക്ക് കഴിയാറുണ്ടോ? ഏറെ സ്നേഹത്തോടെ, അതിലേറെ ബഹുമാനത്തോടെ നമ്മുടെ അടുത്തുള്ളയാൾ പറയുന്നത് കേൾക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? എങ്കിൽ നമ്മൾ നല്ലൊരു സുഹൃത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളെ വിളിക്കാൻ ഉപയോഗിച്ച പേര് നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്വഹാബികൾ എന്നാണ്. കൂട്ടുകാരെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത വേറൊരു നേതാവും ഈ ഭൂലോകത്തുണ്ടായിട്ടില്ല. പ്രവാചകൻ അവർക്ക് റസൂലും ഗുരുവും ഭരണാധികാരിയും ഒക്കെ ആയിരുന്നു. പക്ഷേ അവരെ ആരും ശിഷ്യന്മാരെന്നോ ഭരണീയരെന്നോ വിളിച്ചില്ല. പ്രവാചകന്റെ കൂട്ടുകാർ. അത്രമേൽ വിലപ്പെട്ടതാണ് ആ വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണിച്ചു തന്നിട്ടുണ്ട് ആ സൗഹൃദം. പറഞ്ഞത് മുഹമ്മദാണോ അത് സത്യമാണെന്ന് ആദ്യം വിശ്വസിച്ചു അബൂബക്കർ. സൗഹൃദത്തിന്റെ കെടാത്ത വിളക്കായി അബൂബക്കർ എന്നും നബിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മളെ കേൾക്കാൻ, നമ്മൾ പറയുന്നത് വിശ്വസിക്കാൻ ഈ ലോകത്ത് ഒരാൾ ഉണ്ടാവുക എന്നത് സന്തോഷമുള്ള കാര്യമാണല്ലേ? മനുഷ്യന്മാരെല്ലാം പുറംതിരിഞ്ഞു നിന്നാലും നമ്മൾക്ക് നേരെ വാതിൽ കൊട്ടിയടക്കാത്തൊരു സുഹൃത്തുണ്ട്, റബ്ബുൽ ആലമീൻ. ആ കവാടം എപ്പോഴും തുറന്നിരിക്കും. ഏത് ആവലാതിയും സങ്കടങ്ങളും അവനോട് നമുക്ക് പറയാം. വെറുതെ സങ്കടങ്ങൾ പറഞ്ഞു ചെല്ലാനുള്ള സ്ഥലം മാത്രമാണോ? അല്ല, പരിഹാരം കാണാൻ കഴിയുന്നവനാണ് പടച്ചോൻ. അതേ അള്ളാഹു നമ്മളെയും മാടി വിളിക്കുന്നുണ്ട്. നിങ്ങൾ നടന്നു വന്നാൽ ഞാൻ നിങ്ങളേക്ക് ഓടിയെത്തുമെന്ന് പറയുന്നൊരു സുഹൃത്ത്. ഓരോ ജീവശ്വാസത്തിലും നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്നേഹനാഥൻ, അവൻ്റെ സൗഹൃദം നേടാൻ നമ്മൾ തയ്യാറാണോ എന്നാണ് റമളാൻ നമ്മോട് ചോദിക്കുന്നത്. റമളാൻ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ആണ്. ഏറ്റവും ഉന്നതനായ ഒരു കൂട്ടുകാരൻ്റെ സ്നേഹത്തോടെയുള്ള ക്ഷണം. സ്വർഗത്തിലേക്കാണ് അവൻ ക്ഷണിക്കുന്നത്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാ അസ്സലാമ. അസ്സലാമു അലൈക്കും.